ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് ചെയ്തും ഈ വീഡിയോ ഹെയർച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഇന്നലെയൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ വളരെ സന്തോഷമുള്ള ദിവസമാണ്. ഇവന്മാർക്കൊക്കെ ഇവന്മാർ പറ്റിക്കപ്പെട്ടു എന്നും ഇവന്മാരുടെ പൈസ ഒന്നും ഇനി ഒരു കാലത്ത് കിട്ടാൻ സാധ്യതയില്ല എന്നും മനസ്സിലാക്കിയ ദിവസങ്ങളാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവന്മാർ ഇപ്പം അതുമാത്രമല്ല, ഈ നെഗറ്റീവുകാരെ പുകഴ്ത്താൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ കന്നഡക്കാരനും സ്വരൂപും മികേഷും ഒക്കെ പറഞ്ഞതാണ് സത്യമെന്നും നമ്മളൊക്കെ വെറും പൊട്ടന്മാരാണെന്നും അപ്പോൾ അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയിരിക്കുന്നു. എന്തായാലും ഇവന്മാരിങ്ങനെ ഈ കരച്ചൽ വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് പറയില്ലേ, ഞാൻ ആടുന്ന ലോൺ എടുത്ത് ഈടുന്ന ലോൺ എടുത്തിട്ടാണ് എന്നൊക്കെ ഒരു സ്ത്രീകൾ പറയും. ആ സ്ത്രീകൾ പറയുന്ന സമയത്ത് നിങ്ങൾ അതിൽ ചില സ്ത്രീകളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓളൊക്കെ ആർത്തി കൊണ്ടല്ലേ അതിൽ കൊണ്ട് പൈസ കൊണ്ടിട്ട്, ഓളൊക്കെ എന്തിനാണ് ലോൺ എടുത്തിട്ടും പിന്നെ ആടുന്നു ഇവിടുന്നും കിട്ടുന്നതൊക്കെ കൊണ്ടുപോയിട്ട് അതിൽ കൊണ്ടിട്ട്, ഇത് ഇങ്ങനത്തെ ഒരു ബിസിനസ് ഓൺലൈൻ ബിസിനസ് ആകുമ്പോൾ എന്തെങ്കിലും ഉള്ള പൈസയല്ലേ ഇടേണ്ടത്, ഒരു 10,000 20,000 ഇട്ടാൽ പോരെ, ഇതെന്തിനാ ഈ ലക്ഷങ്ങളെല്ലാം കൊണ്ട് അതിൽ കിട്ടുന്നത്, അതൊക്കെ ഓളെ അഹമ്മദിയല്ലേ ആർത്തിയല്ലേ എന്നൊക്കെ പറയും. അപ്പോൾ ഇതൊക്കെയാണ് സത്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വലിയ മണീച്ചലാണെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ഇവർ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ലീഡർമാർ, എന്തുകൊണ്ട് ലീഡർമാരെ പിന്നെ നമ്മൾ ഒന്നാം പ്രതിയാക്കണം, അല്ലെങ്കിൽ അവന്മാരാണ് ഇതിൻ്റെ ഉത്തരവാദികൾ എന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത്, അവരാണ് നിങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്ത് ഈ സംഭവത്തിലേക്ക് കൊണ്ടിട്ടിരിക്കുന്നത്. അവർക്കാണ് കൂടുതൽ പണം കിട്ടിയിരിക്കുന്നത്, അവർക്കാണ്. അപ്പോൾ ഇത് 18 ലെവലിൽ വീതിച്ച് കൊടുക്കുന്ന സമയത്ത് തന്നെ 80% ഈ ലീഡർമാരാണ്. ഈ ചിലപ്പോൾ ഒരാളായിരിക്കില്ല, അതിൻ്റെ മുകളിലുള്ളവർ അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഒരുപാട് പൈസ കിട്ടിയിരിക്കുന്നത്. ബാക്കി വെറും 10,000-ൽ വെറും 2,000 രൂപ മാത്രമാണ് കമ്പനിക്കുള്ളത്. ആ കമ്പനി ആ 2,000 രൂപ വെച്ചിട്ടാണ് നിങ്ങൾക്ക് 30,000 തരേണ്ടത്. അപ്പോൾ 10 ലക്ഷം ഇട്ടവന് വെറും 2 ലക്ഷം ഇട്ടിട്ട് 2 ലക്ഷമാണ് കമ്പനിക്ക് കിട്ടുക. ആ 2 ലക്ഷം കൊണ്ടാണ് നിങ്ങൾക്ക് 2 വർഷം കൊണ്ട് നിങ്ങൾക്ക് എത്ര കിട്ടണം, 10 ലക്ഷത്തിന് 30 ലക്ഷം കൊടുക്കേണ്ടത്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അതിങ്ങനെ ആൾക്കാർ ചേർത്ത് ഇങ്ങനെ പണം കുമിഞ്ഞു കൂടുമ്പോൾ അതൊക്കെ കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ആരും പൈസ എടുക്കാതെ ആൾക്കാർ പിന്നെയും അതിലിടും, അത് പിന്നെയും പെരുകാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെയാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കുക. എന്തായാലും വളരെ വളരെ സന്തോഷമുണ്ട് ഇവർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലായതുകൊണ്ട്. ബൈ.